ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു എണ്ണയെ പറ്റിയാണ്. കാരണം എനിക്ക് എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറായിരുന്നു ഞങ്ങളുടെ മുടിയുടെ ഹെഡിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് മുടി വളർത്താൻ വേണ്ടിയുള്ള എണ്ണ പുള്ളിയായിരുന്നു മെയിനായിട്ട് കാച്ചി തരാനുള്ള. അതിനുള്ള പുള്ളിക്ക് ആയുർവേദപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. അപ്പം അതിനെന്തൊക്കെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ ഫാദറായിരുന്നു. ആ ഫാദർ പറഞ്ഞു തന്ന കുറച്ച് പൊടിക്കൈകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ എനിക്കെല്ലാം കിട്ടത്തില്ല, കയ്യൂന്യം എന്നൊക്കെ പറഞ്ഞതൊന്നും എനിക്കിവിടെ കിട്ടത്തില്ല. എനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി, കറിവേപ്പില, പിന്നെന്തുവാ ചെമ്പരത്തിപ്പൂവ്, പിന്നെ ഞാൻ ചേർത്തത് ഉള്ളി, എന്തോ നെല്ലിക്ക ചേർത്തിട്ടുണ്ട്. നെല്ലിക്ക ഒന്നും കൂടെ പറയാതെ, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ കറ്റാർ വാഴപ്പുള മീൻസ് അലോവേര. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇത് എല്ലാം അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് അലോവേരയുടെ പൾപ്പും പിന്നെ നമ്മുടെ കറിവേപ്പില, ഉള്ളി, ചെമ്പരത്തിപ്പൂ ഇതെല്ലാം കൂടി ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ വെളിച്ചെണ്ണ, നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ഇവിടെ കിട്ടും. അതിലോട്ട് ഈ കൂട്ടുകളെല്ലാം ഇട്ട് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. 1 മാസം 2 മാസം എത്ര മാസം വേണമെങ്കിലും, നമ്മൾ 1 ലിറ്ററാണ് എടുക്കുന്നതെങ്കിൽ ഒരാൾ 2 പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം, ഒരു 5-6 മാസം നമുക്ക് ഈ എണ്ണയ്ക്ക് ഒരു കേടും കൂടാതെ വെളി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു എണ്ണയാണ് ഇവിടെ. ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല, ഞാൻ അത് തേച്ചാണ് എല്ലാ ദിവസമല്ല, എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഞാൻ തല കഴുകാറുണ്ട്. അപ്പം ആ ഒരു എണ്ണയുടെ എനിക്കിതിനു മുമ്പ് ഭയങ്കരമായിട്ട് മുടി കൊഴിയുമായിരുന്നു. ഈ എണ്ണ ഞാനിത് തേക്കില്ലായിരുന്നു നാട്ടിൽ നിന്ന് വന്നതിന്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു എണ്ണ തേച്ച് ഒരു ശ്രദ്ധയില്ലായിരുന്നു മുടിയെ പറ്റി. പക്ഷേ ഈ ഒരു 6 മാസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഈ എണ്ണ കാച്ചി ഞാൻ തേക്കുന്നതിന് ശേഷം എനിക്കൊരു എൻ്റെ മുടിക്ക് ഉള്ളുണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അതിന് മുമ്പ് എനിക്ക് മുടി ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒട്ടും ഉള്ളിലായിരുന്നു. അതിനുശേഷം ഈ എണ്ണയുടെ കൂട്ടത്തിൽ ഞാൻ കാസ്റ്റർ ഓയിൽ, പിന്നെ റോസ്മേരി ഓയിലും ആൽമണ്ട് ഓയിലും കൂടെ ഒരു 2 ഡ്രോപ്സ് വെച്ച് ഞാൻ ഒഴിക്കാറുണ്ട്. ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന മുടി അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ശരിക്കും അപ്ലൈ ചെയ്യും. അപ്പോഴാണ് ആ രക്തോട്ടമൊക്കെ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ആ എണ്ണ പിടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ ഷാമ്പു ഇട്ട് കുളിക്കുന്നത്. ഷാമ്പു ഞാൻ ഉപയോഗിക്കുന്നത് മൊറോക്കോ, ഈ കുളി കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്നത് മൊറോക്കോ ഓയിലാണ്. അത് കുറച്ചെടുത്ത് നല്ല സ്മെല്ലാണ് മുടിക്ക്. അതിനുശേഷം ഇത് എന്ത് പറയുന്ന ഷാമ്പു ഉപയോഗിക്കുന്നത്, ഷാമ്പൂൻ്റെ പേര് ഞാൻ മൊറോക്കോ ഓയിലിനോട് ചേർത്ത് തന്നെയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പം എനിക്ക് 2 മാസമായിട്ട് അത് കിട്ടുന്നില്ല, അവിടെ വന്നിട്ടില്ല സ്റ്റോക്ക്. അത് സൂപ്പർ ഒരു ഷാമ്പു ആണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പക്ഷേ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടിക്ക് ഉള്ളും നല്ല നീളവും വെക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുടിയിൽ അങ്ങനെ കളറൊന്നും ചെയ്യുന്നൊരു പ്രകൃതമല്ല. ഞാൻ കളർ 1-2 കളർ ചെയ്തെനിക്കത് ഇത്ര ഇഷ്ടമായി. എനിക്ക് ബ്ലാക്ക് കളറാണ് മുടിക്ക് ഇഷ്ടം. അപ്പം ഈ എണ്ണ തേച്ചൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നരയ്ക്കലുമില്ല. മിക്കവർക്കും തന്നെ ഇവിടെ മുടി നരയ്ക്കൽ ഉണ്ട്. അപ്പം എൻ്റെ മുടി എനിക്ക് മുറിക്കണം കുറച്ച്. മുടി മുറിക്കാറായിട്ടുണ്ട്. കാരണം മുടി ഈ ഭാഗമൊക്കെ ഒരു കാലം ഒഴിവായിട്ടുണ്ട് നീണ്ടിട്ട്. ഈ എണ്ണ വെച്ചതിന് ശേഷം എൻ്റെ മുടി ശരിക്കും ഇങ്ങനെ, എനിക്ക് ചെറുപ്പത്തിൽ നല്ല മുടി ഒരുവിധം ഉണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് നാട്ടിൽ നല്ല ടേക്ക് കെയർ ചെയ്യുകയും പാരൻസും അവരെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയൊക്കെ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ചൊരു ജീവിതമല്ലേ. അപ്പോൾ ആരും മുടി, എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, ഇങ്ങനത്തെ വാല് പോലെ മുടി എന്തിനായിട്ടാണ് നടക്കുന്നത്, ഇത് ഇവിടം വെച്ച് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നടന്നോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനെ കുറച്ച് മുടി നീട്ടി നടക്കുന്നത് എനിക്കിഷ്ടം. അത് നമ്മുടെ ഒരു ശീലമായതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ ഒരു നിങ്ങളത് ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ പറഞ്ഞല്ലോ,
ചെറുള്ളി മെയിൻ കാര്യമാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉലുവ വെള്ളത്തിലിട്ടിട്ട് തലേദിവസം വെള്ളത്തിലിടും, പിറ്റേ ദിവസം ഉലുവ അരച്ച് ഞാൻ തേക്കാറുണ്ട്. അതിനുശേഷം അത് നല്ലൊരു മരുന്നാണ് കേട്ടോ. ഉലുവ എന്ന് പറഞ്ഞൊരു നിസ്സാര കാര്യമില്ല, അതെല്ലാം ചെറുള്ളിയും നിസ്സാര കാര്യമില്ല. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചെറുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഈ എണ്ണ കാച്ചുക, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ആ എണ്ണയുടെ കൂട്ടത്തിന് ഈ 3 എണ്ണയും കൂടെ 2 ഡ്രോപ്സ് വെച്ച് ഒഴിച്ചിട്ട് അത് ശരിക്കും തലയോട്ടിയിൽ ഇങ്ങനെ ഇച്ചിരി സമയം എടുക്കും. അതിനൊക്കെ വേണ്ടി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ല, നമ്മളെ ആരും ടേക്ക് കെയർ ചെയ്തില്ലല്ലോ. നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അത് വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. ഈ ഒരു മാറ്റം, എൻ്റെ മുടി വളരെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ പറഞ്ഞ ആ ഒരു ഒന്ന് പ്രയോഗിച്ച് നോക്കി എന്താണെന്ന് ഞാൻ വിചാരിച്ചത്. പുള്ളി കുറേ കാര്യങ്ങൾ എന്നോട്, എല്ലാ മക്കളോടും, എന്നോട് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവരോടും പുള്ളിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു നല്ല മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യരായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്, സംഭവിച്ചെന്നുള്ളതാണ്. ഇത്രയും മുടി വളരണമെങ്കിൽ ഇപ്പം മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്. ഇത്രയും മുടി എനിക്ക് 10-25 വയസ്സല്ല, ചെറുപ്രായമല്ലോ. ഈ പ്രായത്തിൽ വളരണമെങ്കിൽ അതിൻ്റെതായ ഇതും കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളെ ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ ഒരു മാറ്റം വന്നാലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ വെച്ചത് മുടി മുറിച്ച് കളഞ്ഞാലും സത്യം പറഞ്ഞാൽ ഇത്രയും വണ്ണം ഈ മുടിക്ക് ഉണ്ട്. ഇത് ഒരു ഒറിജിനൽ, ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ എൻ്റെ മുടിയാണ്. യാതൊരു മായവും ഇല്ല ഈ എണ്ണയ്ക്ക്. അത് നമുക്ക് തന്നെ അത് കാച്ചാമെന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. നമുക്ക് വീട്ടിൽ ഇത്രയും എനിക്ക് കിട്ടാവുന്ന ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കേരളത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ മീൻസ് നിങ്ങൾക്ക് നല്ല സൗകര്യപ്രദമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എണ്ണ കാച്ചാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാവ് എ എക്സലന്റ് ഡേ. ബൈ ബൈ.